വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. 17-ാം വാക്യം, ഞാൻ ധനവാനാകുന്നു, സമ്പന്നനാകുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് നീ പറയുന്നുണ്ട്. എന്നാൽ 18-ാമത്തെ വാക്യം, എന്നാൽ നീ ബലഹീനനാണ്, നീ അരിഷ്ടനാണ്, നീ അന്ധനാണ്, നീ നഗ്നനാണ്. അതിനാൽ നീ സമ്പന്നനാകേണ്ടതിന് അഗ്നിയിൽ പരിശോധിച്ച് പൊന്നും, നിന്റെ നഗ്നത മൂലമുള്ള ലജ്ജ കാണപ്പെടാതിരിക്കേണ്ടതിന് ധരിക്കുവാൻ ശുഭ്രവസ്ത്രവും, നിനക്ക് കാഴ്ച പ്രാപിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുവീൻ, കർത്താവിൽ നിന്ന് വാങ്ങുവീൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം യോഹന്നാൻ ഏഷ്യ മൈനറിലെ 7 സഭകൾക്ക് എഴുതിയ കത്തുകളാണ്. അതിൽ 3-ാം അധ്യായം ലേവോദോക്യ എന്ന് പറയുന്ന സഭയ്ക്ക് യോഹന്നാൻ എഴുതിയ കത്താണ്. ലേവോദോക്യ സഭയുടെ പ്രത്യേകത നമുക്കറിയാം. ആ പട്ടണം വളരെ സമ്പന്നമായ പട്ടണമായിരുന്നു, ഫിനാൻഷ്യൽ ക്യാപിറ്റലായിരുന്നു, സാമ്പത്തിക തലസ്ഥാനമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടം പോലെ പണമുണ്ടായിരുന്നത് കൊണ്ട് പണത്തിൻ്റെ ഒരു അഹങ്കാരം അവർക്ക് തിമിരമുണ്ടാക്കിയിരുന്നു. ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല, ഞങ്ങൾ സമ്പന്നരാണെന്നുള്ള അഹംഭാവം അവരെ തീണ്ടിയിരുന്നു. ആ അഹംഭാവം കൊണ്ട് അവർ ആത്മീയ ദാരിദ്ര്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് ലേവോദോക്യ സഭക്കാരോട് യോഹന്നാൻ ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നത്, നിങ്ങൾ സമ്പന്നരാണെന്നും നിങ്ങൾക്ക് മുട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ നിങ്ങൾ ദരിദ്രരാണ്, ആത്മീയമായി നിങ്ങൾ ദരിദ്രരാണ്. യു ആർ സ്പിരിച്വലി പുവർ. ലേവോദോക്യ പട്ടണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആ പട്ടണത്തിൽ സുപ്രസിദ്ധമായ ഒരു നയനലേപനം ലഭിക്കുമായിരുന്നു. എല്ലാ കണ്ണു സോക്കേടുകൾക്കും ഔഷധമായ ഒരു ലേപനം അവിടെ സമൃദ്ധമായിരിക്കുന്നു. അതിന് പേരുകേട്ട സിറ്റിയായിരുന്നു ലേവോദോക്യ. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊരു അഹങ്കാരമുണ്ടായിരുന്നു. അവരുടെ കണ്ണിന് കാഴ്ച ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ അഹങ്കാരമുണ്ടെങ്കിലും സത്യം ഇതാണ്, നിങ്ങൾ അന്ധരാണ്. ലേവോദോക്യ പട്ടണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ആ പട്ടണത്തിൽ ഒരു കമ്പിളി വസ്ത്രം പ്രസിദ്ധമായിരുന്നു. ഇഷ്ടം പോലെ കമ്പിളി രോമവും കമ്പിളി വസ്ത്രവും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ട് വസ്ത്രത്തിനൊരു ക്ഷാമവും ഒരു കാലത്തും ഉണ്ടാകില്ലായിരുന്നൊരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. എപ്പോഴും അവരുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ മേൽത്തരം വസ്ത്രമുണ്ടാകുമെന്നൊരു അഹങ്കാരം അവരെ തീണ്ടിയിരുന്നു. പക്ഷേ അവരുടെ ജീവിതം ദൈവത്തിൽ നകലെയായിരുന്നു. അതുകൊണ്ട് അവരോട് ദൈവത്തിൻ്റെ ശബ്ദം യോഹന്നാനിൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് വസ്ത്രമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ നിങ്ങൾ നഗ്നരാണ്. യു ആർ സ്പിരിച്വലി നേക്കഡ്. അവർ കർത്താവിനെ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. മേൽത്തരം കമ്പിളി വസ്ത്രം അവരുടെ ശരീരത്തിലുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ കർത്താവ് എന്ന തിരുവസ്ത്രമില്ലാതിരുന്നത് കൊണ്ട് അവർ നഗ്നരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിക്കുകയാണ്. ഞാനും നിങ്ങളും ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആത്മീയമായി യേശു ക്രിസ്തു എന്ന വസ്ത്രം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുക. എത്ര വില കൂടിയ സാരി അണിഞ്ഞാലും, എത്ര വില കൂടിയ സ്യൂട്ട് അണിഞ്ഞാലും, ഉള്ളിൽ ക്രിസ്തു എന്ന വസ്ത്രമില്ലെങ്കിൽ നമ്മൾ നഗ്നരാണെന്ന് ഈ രാത്രി തിരിച്ചറിയണം. സമ്പത്തിൻ്റെ, പണത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പായൽ, ആർത്തിയുടെ സംസ്കാരം നമ്മളെ നഗ്നരാക്കുകയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ കൃതിയാണ് ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ. വൃദ്ധനും കടലും എന്നുള്ള വിശ്വപ്രസിദ്ധമായ ആ കൃതിയുടെ കഥ നമുക്കറിയാം. സാന്റിയാഗോ എന്നായിരുന്നു ആ വൃദ്ധൻ്റെ പേരെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ വൃദ്ധനായ മനുഷ്യൻ മീൻ പിടിച്ച് കഴിയുന്ന മനുഷ്യനാണ്. സാന്റിയാഗോയും ഒരു ബാലനും കൂടി ഒരു ദിവസം കടലിലേക്ക് മീൻപിടുത്തത്തിനിറങ്ങി. മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂണ്ടയിൽ ഒരു വലിയ മത്സ്യം മുടക്കി. ഭയങ്കര ഒരു മത്സ്യം. വളരെ ബുദ്ധിമുട്ടി മണിക്കൂറുകൾ പണിപ്പെട്ട് ആ ചൂണ്ടയിൽ കുടുങ്ങിയ വളരെ ഭാരമുള്ള വലിയ മത്സ്യത്തെ കരയ്ക്കടുപ്പിക്കുവാനായിട്ടുള്ള തീവ്ര ശ്രമമാണ്. ഈ ശ്രമത്തിനിടയിൽ കടലിലെ മറ്റു മീനുകൾ ഈ വലിയ മീനിനെ ആക്രമിച്ചു. അതിൽ നിന്നൊക്കെ രക്ഷിച്ച് ഈ മീനിനെ കരയ്ക്കടുപ്പിച്ചപ്പോഴത്തേക്ക് സാന്റിയാഗോയും ബാലനും ഞെട്ടിപ്പോയി. കരയ്ക്കടുപ്പിച്ചപ്പോൾ ചൂണ്ടയിൽ കൊത്തിയ ആ വലിയ മീനിൻ്റെ മുള്ളുകൾ മാത്രം ബാക്കി, ദശയുണ്ടായിരുന്നില്ല. അധ്വാനത്തിൻ്റെ ഫലം വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അതിന് ഭാഷാന്തരം കൊടുത്താൽ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു ഫലം?
സാന്റിയാഗോയും ബാലനും അധ്വാനിച്ച് വലിയ മീനിനെ പിടിച്ചെങ്കിലും കരക്കടിഞ്ഞപ്പോൾ അത് മുള്ളു മാത്രമായി ശേഷിച്ചതുപോലെ നമ്മുടെ ആർത്തി, നമ്മുടെ പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയുള്ള ആർത്തിയുമൊക്കെ നമ്മളെ എത്തിക്കുന്നത് ഈ ശൂന്യതയിലാണ് എന്ന് ചിന്തിക്കുക. കർത്താവിനെ ധരിക്കണം. മദ്യത്തിൻ്റെ ലഹരിയുടെ വസ്ത്രം ഉരിഞ്ഞു കളയണം. ജഡീകാഭിലാഷങ്ങളുടെ വസ്ത്രം നമുക്ക് ഉരിഞ്ഞു കളയാം. ലൗകികതയുടെ, ഈ ലോകമോഹങ്ങളുടെ വസ്ത്രത്തെ ഉരിഞ്ഞു കളയുവാനും ക്രിസ്തുവിനെ ധരിക്കുവാനും നമുക്ക് സാധിക്കണം. സമ്പത്തിനോടുള്ള പ്രണയം, പണത്തോടുള്ള ആർത്തി മനുഷ്യനെ ഇന്ന് നശിപ്പിക്കുകയാണ്. ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. പിശുക്കനായ ഒരപ്പൻ, ഇഷ്ടംപോലെ പണമുണ്ടെങ്കിലും പിശുക്കനാണ്. ആർക്കുമൊന്നും കൊടുക്കുവാൻ താല്പര്യമില്ല, എല്ലാം കൂട്ടി കൂട്ടി വയ്ക്കണമെന്നുള്ളതാണ് ആഗ്രഹം. തമിഴ്നാട്ടിലെ പെരിയാർ എന്ന് പറയുന്ന മഹാനായ നേതാവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, തലൈവരെ, ദൈവവിശ്വാസവും ഈശ്വരവിശ്വാസം ഇല്ലായ്മയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് മനസ്സിലാക്കി തരാമോ? അപ്പോൾ പെരിയാർ പറഞ്ഞു, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ, ആരാധനാലയത്തിന് മുമ്പിൽ ഒരു കാണിക്ക വഞ്ചി വെച്ചാൽ അത് ദൈവവിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. പക്ഷേ ആ കാണിക്ക വഞ്ചിക്ക് നിങ്ങൾ ലോക്ക് വെക്കുമ്പോൾ, അതിന് പൂട്ട് വയ്ക്കുമ്പോൾ, അത് ദൈവവിശ്വാസം ഇല്ലെന്നുള്ളതിൻ്റെയും അടയാളമാണ്. ചിന്തിച്ച് നോക്കുക, ശരിയല്ലേ? പൂട്ടെന്തിനാണ് വെക്കുന്നത്? കള്ളനെ പേടിയുണ്ടായിട്ടില്ലേ? ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പൂട്ട് വെക്കണോ? കൂട്ടി വയ്ക്കുവാനും പൂട്ടി വയ്ക്കുവാനുള്ള മനുഷ്യൻ്റെ ഈ ത്വരയാണ് ആധുനിക കാലത്തെ ഏറ്റവും വലിയ പാപം എന്ന് ചിന്തിക്കണം. ഈ പിശുക്കനായ അപ്പൻ മകന് സ്കൂളിൽ നടന്നു പൊക്കോണം എന്ന് ബസ്സിൽ പോലും കയറാൻ അനുവാദമില്ല. ഒരു ദിവസം പനി പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അന്ന് ബസ്സിൽ പോകാനായിട്ട് കൃത്യം വണ്ടിക്കൂലി കൊടുത്തു വിട്ടു. അപ്പൻ്റെ സ്വഭാവം അറിയാവുന്ന മകൻ അത് ഉപയോഗിച്ചില്ല. പനിയാണെങ്കിലും തിരിച്ചു വന്നപ്പോൾ അവൻ ഓടി വീട്ടിലെത്തി. അപ്പൻ്റെ സ്വഭാവം അറിയാവുന്ന മനുഷ്യൻ അപ്പനെ സന്തോഷിപ്പിക്കാനായിട്ട് രാവിലെ കൊടുത്ത വണ്ടിക്കൂലി തിരിച്ചു കൊടുത്ത അപ്പന്, അപ്പാ ഞാൻ വണ്ടിക്കല്ല വന്നത്, ഓടുകയായിരുന്നു, അത് ലാഭമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പൻ്റെ പണം തിരിച്ചു കൊടുത്തപ്പോൾ സന്തോഷിക്കുമെന്ന് കരുതിയ അപ്പൻ ക്രൂദ്ധനായിട്ട് ഒരു വടിയെടുത്ത് അവനിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് പറയുകയാണ്, മണ്ട, ഏതായാലും ഓടി, ഓട്ടോയുടെ പുറകെയാണ് നീ ഓടിയത്, ഒരു ടാക്സിയുടെ പുറകെ ഓടിയിരുന്നെങ്കിൽ എന്തുമാത്രം രൂപ നിനക്ക് ലാഭിക്കാമായിരുന്നു. ആധുനിക മനുഷ്യൻ്റെ ചിന്തയാണ്. കൂട്ടിവെക്കുവാനും പൂട്ടിവെക്കുവാനുള്ള മനുഷ്യൻ്റെ ത്വര ക്രിസ്തു എന്ന ആ വസ്ത്രത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ സാധിക്കട്ടെ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. സെൻറ്റ് ഫ്രാൻസിസ്, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും പരിശുദ്ധനായ മനുഷ്യൻ. സെൻറ്റ് ഫ്രാൻസിസ്, അസീസിയിലെ ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധിയുടെ ദിനങ്ങളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിൽ എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ജഡവുമായി, ജഡത്തിൻ്റെ മോഹങ്ങളുമായി മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാം. ജഡാഭിലാഷങ്ങൾ, ശരീരത്തിൻ്റെ തീഷ്ണതയൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചപ്പോൾ, കീഴടക്കിയപ്പോൾ, ജഡമോഹങ്ങൾ അദ്ദേഹത്തിൽ ഉയർന്നു വന്നപ്പോൾ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മാറിപ്പോകുമായിരുന്നു. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ചില നേരങ്ങളിൽ വാങ്ങിപ്പോകുമായിരുന്നു. ഫ്രാൻസിസ് ആ നേരങ്ങളിൽ വാങ്ങിപ്പോയി ഒറ്റയ്ക്ക് മലയോരത്തുമൊക്കെ ഒറ്റയ്ക്ക് പോയി ഇരിക്കും. ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് മനസ്സമാധാനം തരണമേ, എന്നെ അലട്ടുന്ന വികാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കണമേ. സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുമായിരുന്നു അങ്ങനെയുള്ള അവസരങ്ങളിൽ. ജഡമോഹങ്ങൾ അദ്ദേഹത്തെ കീഴടക്കിയ ഒരു നാഴികയിൽ ധ്യാനിച്ചിരിക്കുന്ന, ഒരു മലയോരത്ത് പോയി ധ്യാനിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ഉടുത്തിരുന്ന വസ്ത്രമൂരി കളഞ്ഞിട്ട് പറഞ്ഞു, സാത്താനെ വിട്ടുപോ. ജഡീകാഭിലാഷങ്ങളുടെ, പാപങ്ങളുടെ ഉടുപ്പിനെ ഞാനും നിങ്ങളും നിരന്തരം വലിച്ചെറിയണം, ഉപേക്ഷിക്കണം, യേശുക്രിസ്തുവിനെ ധരിക്കണം. ഇന്ന് രാത്രി ആർത്തിയുടെ, ആഡംബരത്തിൻ്റെ, ധൂർത്തിൻ്റെ, അസൂയയുടെ, പകയുടെ, വാശിയുടെ, ക്രോധത്തിൻ്റെ, പിണക്കത്തിൻ്റെ, കലഹത്തിൻ്റെ, മദ്യത്തിൻ്റെ, ലഹരിയുടെ, ജഡാസക്തികളുടെ, ഈ ലോകമോഹങ്ങളുടെ വസ്ത്രങ്ങളെ നമുക്ക് ഉരിഞ്ഞു കളയാം. യേശു ക്രിസ്തു എന്ന തിരുവസ്ത്രത്തെ ധരിച്ച് നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോകുവാൻ സാധിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുക എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ സന്ദേശം നമ്മിൽ ഉണ്ടാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം, ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിനെ ധരിക്കുക എന്നാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ
കഷ്ടതയെ ധരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ സഹനത്തെ ധരിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്നൊരു വലിയ അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, സൂര്യനെ ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. ആരാണ് സൂര്യൻ? അർദ്ധരാത്രിയിൽ ഉദിച്ച സൂര്യൻ. യേശു ക്രിസ്തു എന്ന സൂര്യനെ ധരിച്ചിരിക്കുന്ന സ്ത്രീ ആരാണ്? അമ്മ പരിശുദ്ധ കന്യക മറിയാം, കർത്താവിനെ ധരിച്ച അമ്മ. യേശു ക്രിസ്തു എന്ന തിരുവസ്ത്രം ഇത്ര മനോഹരമായി മഹത്വത്തോടെ ധരിച്ച ലോകത്തെ ഒരു സ്ത്രീ വേറെയില്ല. കർത്താവിനെ ധരിക്കുന്നവർക്ക് കുരിശും കഷ്ടതയും സഹനവും അലങ്കാരവും അവകാശവുമാണ്. അമ്മയെപ്പോലെ കർത്താവിനെ ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ച മറ്റൊരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരമ്മ, ഒരു സ്ത്രീ ലോകത്തുണ്ടായിട്ടില്ല. കർത്താവിനെ ഉദരത്തിൽ വഹിച്ച, ഉദരത്തിൽ ധരിച്ച, സൂര്യനെ അണിഞ്ഞ് സൂര്യനെ ധരിച്ച, യേശുവിനെ ധരിച്ച അമ്മ. അതുകൊണ്ട് ക്രിസ്തു വസ്ത്രത്തിൻ്റെ, യേശു ക്രിസ്തു എന്ന വസ്ത്രത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് അമ്മയില്ലാതെ, കന്യകമറിയാമില്ലാതെ സഭയിൽ ഒന്നുമില്ല. അതുകൊണ്ട് അമ്മയെ വേണ്ടാത്തവർക്ക് യാക്കോബായ സഭയിൽ സ്ഥാനമുണ്ടായിരിക്കരുത്. ക്രിസ്തുവിനെ ധരിക്കുന്നവർ അമ്മയെ ധരിച്ചവരാണ്. കാരണം അമ്മ ക്രിസ്തുവിനെ ധരിച്ചതാണ്. അമ്മയാണ് ആദ്യം ക്രിസ്തുവിനെ ധരിച്ചത്. ആ മഹാഭാഗ്യമുണ്ടായ അമ്മയുടെ അവകാശമായിരുന്നു അതുകൊണ്ട് കുരിശും സഹനവും. വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ 1-ാമത്തെ പ്രദക്ഷിണം, ആ പ്രദക്ഷിണത്തിൽ പട്ടക്കാർ ചൊല്ലുന്ന പ്രാർത്ഥന, അമ്മയുടെ നിലവിളി, കരഞ്ഞുകൊണ്ടല്ലാതെ, നിലവിളിച്ചുകൊണ്ടല്ലാതെ ഇത്രയും കാലത്തിനിടയിൽ എനിക്ക് ചൊല്ലുവാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്ക്, അച്ഛന്മാർക്കൊക്കെ അറിയാവുന്നതാണ് ആ പ്രദക്ഷിണത്തിൽ, 1-ാമത്തെ പ്രദക്ഷിണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ പാട്ടും അതിൻ്റെ ഭാഷാന്തരവും. എൻ്റെ മകനെ, അമ്മ ഇത് എങ്ങനെ സഹിക്കും? നിന്നെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? അപരാധികളുടെ കൈകളിൽ നീ നിന്നെ തന്നെ എന്തിന് ഏൽപ്പിച്ചു? അമ്മ ഇതെങ്ങനെ സഹിക്കും? പക്ഷെ അതെല്ലാം അമ്മ സഹിച്ചു. മകൻ്റെ കുരിശ് അമ്മയുടെ കുരിശായി മാറി. കർത്താവിനെ ധരിച്ച അമ്മ കുരിശിനെ ധരിച്ചു. കർത്താവിനെ ധരിച്ച അമ്മ സഹനത്തെ ധരിച്ചു. അതുകൊണ്ട് ഇതെങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചിട്ട് അമ്മ പറയുകയാണ്, ഞങ്ങളെ പ്രതിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം എത്ര ഭാഗ്യം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ പ്രതി, നമ്മെ പ്രതി ഉണ്ടായ കർത്താവിൻ്റെ കഷ്ടത, കുരിശ് എത്ര മഹത്തരം, എത്ര ശ്രേഷ്ഠമെന്ന് അമ്മയ്ക്ക് എണ്ണുവാൻ സാധിച്ചത് അമ്മ കർത്താവിനെ ധരിച്ചതുകൊണ്ടും, കർത്താവിനെ ധരിച്ചതുകൊണ്ട് കുരിശിനെയും കഷ്ടതയും ധരിച്ചതുകൊണ്ടാണ്. ലോകത്തിലൊരു സ്ത്രീക്കും ഇത്രയും അപമാനം ധരിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? വിവാഹപ്രായത്തിലെത്തിയ സ്ത്രീ, വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്നറിഞ്ഞാൽ ലോകത്തിലുണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന അപവാദം, കല്ലെറിഞ്ഞു കൊല്ലുവാനുള്ള വിധി, ഇതെല്ലാം സധൈര്യം നേരിട്ട് അപമാനത്തെ, നിന്ദയെ, പരിഹാസത്തെ, ജനങ്ങളുടെ ആ വികാരങ്ങളെയെല്ലാം, ലോകത്തിൻ്റെ മൂല്യങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉദ്ദേശത്തിന്, ദൈവപദ്ധതിക്ക് വഴങ്ങുകയാണ് അമ്മ. കർത്താവിനെ ധരിക്കുന്നവർക്ക് ലോകത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവിനെ ധരിക്കുന്നത് കഷ്ടതയും പ്രയാസങ്ങളെയും ധരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അമ്മമാർ നിലവിളിക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ മക്കളെ ഓർത്ത് നിലവിളിക്കണം. കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സഹനം ഏറ്റെടുക്കണം. അപ്പോൾ നമ്മൾ കർത്താവിനെ നിശ്ചയമായും ധരിക്കുന്ന അവസ്ഥയിലാകും. കഴിഞ്ഞ വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ പ്രസംഗത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ആൻഡോ അക്കരെ എഴുതിയ ആ പുസ്തകത്തിലെ ഒരേട് നിങ്ങളുമായി പങ്കുവെച്ചു. 8 വർഷങ്ങൾക്ക് മുമ്പ് ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ കണ്ടമാൽ എന്ന് പറയുന്ന പട്ടണത്തിൽ നടന്ന നരകയാതന, അതൊരു ക്രിസ്മസ് കാലമായിരുന്നുവെന്ന് മറക്കരുത്. ക്രിസ്മസിൻ്റെ കാലത്ത് സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന നമ്മൾ സന്തോഷത്തിൽ കഴിയുമ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടമാൽ കാടുകളിൽ ദാരുണമായ ദുരന്തമാണ് നടന്നത്. വിശ്വാസം പ്രഖ്യാപിച്ച ക്രിസ്ത്യാനികളെല്ലാം മത തീവ്രവാദികൾ വേട്ടയാടി എത്രയോ പേരെ ബലിയർപ്പിക്കേണ്ടി വന്നു. എത്രയോ പള്ളികൾ നശിപ്പിച്ചു. എത്രയോ വീടുകൾ തീക്കിരയായി. എത്രയോ പേര് ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി ജീവിക്കുന്നു.
ആദിമ നൂറ്റാണ്ടിലെ 21-ാം നൂറ്റാണ്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകത്തിൽ ബെർണാഡ് ഡിജൽ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതനെക്കുറിച്ച് ആൻഡോ അക്കരെ എഴുതുന്നുണ്ട്. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വിവരണമാണ്. താനൊരു സ്ഥലത്തുണ്ട്, ഒരു ആരാധനാലയത്തിലുണ്ട് എന്ന് ഈ കാപാലികന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ ബെർണാഡ് അച്ഛനെ വേട്ടയാടുവാനായിട്ട് അവർ സംഘം ചേർന്ന് ആ ദേവാലയത്തിലേക്ക് വന്നു. അവർ വരുന്നത് കണ്ട് അച്ഛൻ ആരാധനാലയം വിട്ട് ഓടി, കാടിൻ്റെ ഉള്ളിൽ കൂടി ഓടുകയാണ് രാത്രി മുഴുവൻ. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ കാപാലികന്മാർ ബെർണാഡ് അച്ഛനെ കീഴടക്കി, നിലത്തിട്ട് ചവിട്ടി മർദ്ദിച്ചു. ഒരു വേള കഴിഞ്ഞപ്പോൾ മർദ്ദനത്തിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ പിന്നീട് അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ലാതെയായി. തൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അവർ ഉരിഞ്ഞെടുത്തു. പാതിരാത്രിയിൽ വനത്തിൻ്റെ മധ്യത്തിൽ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച്, പകുതി ജീവനുമായി ഉപേക്ഷിച്ച്, ബെർണാഡിനെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു. ആ രാത്രി മുഴുവൻ മൃഗങ്ങളൊക്കെ ഓടി നടക്കുന്ന ആ വനത്തിൽ മൃഗങ്ങളെ പേടിച്ച് ഭക്ഷണം കിട്ടാതെ, ഒരിറ്റ് വെള്ളം കിട്ടാതെ ആ പാവപ്പെട്ട വൈദികൻ ആ രാത്രി മുഴുവൻ ദേഹത്ത് മുഴുവൻ രക്തമയമായി, ശരീരത്തിൽ ഒരു വസ്ത്രം പോലുമില്ലാതെ പൂർണ്ണ നഗ്നനായി അവിടെ കിടക്കുകയാണ്. ഭക്ഷണമില്ലാതെ, ഒരിറ്റ് വെള്ളം ലഭിക്കാതെ, ശരീരം മുഴുവൻ ചോര കൊണ്ട് നിറഞ്ഞ ആ കാഴ്ച എന്നെ വല്ലാതെ നടുക്കിയ ഒരു വിവരണം അവിടെയുണ്ട്. ഒരിറ്റ് വെള്ളത്തിന് ദാഹിച്ചിരിക്കുമ്പോൾ അതുപോലും കിട്ടാതെ, നിവൃത്തിയില്ലാതെ ബെർണാഡ് അച്ഛൻ സ്വന്തം ശരീരത്തിൽ നിന്ന് മൂത്രം കയ്യിലെടുത്ത് കുടിക്കുകയാണ്. ആലോചിച്ചു നോക്കുക ആ ഒരു അനുഭവം. കർത്താവിനെ ധരിക്കുന്നവർക്ക് കുരിശുണ്ട്, കർത്താവിനെ ധരിക്കുന്നവർക്ക് സഹനം ധരിച്ചേ പറ്റൂ. അച്ഛൻ പിന്നീട് അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ആളുകൾ അവിടുന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. നഗ്നനായി കിടന്നപ്പോൾ അങ്ങയുടെ വിചാരം എന്തായിരുന്നുവെന്ന് പത്രലേഖകർ പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ രാത്രികാലം നമ്മോട് സംസാരിക്കണം. പൂർണ്ണ നഗ്നനായി ആ വനാന്തരത്തിൽ ആ കൊടും കാട്ടിൽ കിടന്നപ്പോൾ അച്ഛൻ്റെ വിചാരം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ലജ്ജ തോന്നിയോ, നാണം തോന്നിയോ, പേടി തോന്നിയോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിലെ വസ്ത്രം മാത്രമേ അവരെടുത്തുള്ളൂ, അതിലെനിക്ക് ലജ്ജയില്ല, നാണമില്ല. എൻ്റെ ആത്മാവിൻ്റെ പുതപ്പിനെ അവർ തൊട്ടില്ല, എൻ്റെ ആത്മാവിൽ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അവർക്ക് തൊടാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിലെ വസ്ത്രം പോട്ടെ, അത് നമ്മളെ നഗ്നരാക്കില്ല. ആ നഗ്നത നമുക്ക് ഏറ്റുവാങ്ങാം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ വസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. ബെർണാഡ് അച്ഛൻ പറഞ്ഞു, ആ കാപാലികന്മാർ എൻ്റെ ശരീരത്തിലെ വസ്ത്രം മാത്രമേ എടുത്തു മാറ്റിയുള്ളൂ, കർത്താവെന്ന തിരുവസ്ത്രം പുതച്ചാണ് ഞാൻ എപ്പോഴും അവിടെ കിടക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ച, എത്ര വലിയ സാക്ഷ്യം. അങ്ങനെ കർത്താവിനെ ധരിച്ചാൽ അതെല്ലാം പുണ്യത്തിനും അതെല്ലാം നന്മയ്ക്കുമാകും എന്ന് ബെർണാഡ് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുന്നവർക്ക് നാണിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിനെ ധരിക്കുന്നവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ലാഭമാണെന്ന് എണ്ണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഭയപ്പെടേണ്ടതില്ല ക്രിസ്തുവിൻ്റെ വസ്ത്രം നാം ധരിച്ചാൽ. അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ഒരു യാത്രാവേളയിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. ഒരു വലിയ ധീര രക്തസാക്ഷിയായി ബെർണാഡ് അച്ഛനെ നമുക്ക് സ്മരിച്ച് ദൈവത്തിനായി, ആ ജീവിതത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈജിപ്തിലെ 20 ചെറുപ്പക്കാരെ ഭീകരമായ പീഡനത്തിൻ്റെ അവസ്ഥയിൽ കൂടി ആ രാജ്യവും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളും കടന്നുപോയി. അതിലെ 20 ചെറുപ്പക്കാരെ IS തീവ്രവാദികൾ പിടിച്ചു. ലിബിയയുടെ പ്രദേശങ്ങളിൽ വെച്ചാണ് പിടിച്ചത്. അവർ ക്രിസ്ത്യാനികളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. 20 പേരെയും ഒരു നദിയുടെ കരയിൽ മുട്ടുകുത്തി നിർത്തി. അവരുടെ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചു. പിറകിൽ കഠാരയുമായി കുറേ ആളുകൾ, ഓരോരുത്തരുടെയും പിറകിൽ ഓരോ ആളുകൾ കഠാരയുമായി, ഓരോരുത്തരുടെയും മുമ്പിൽ തോക്കുമായി 20 പേർ. മുമ്പിൽ നിന്ന് വെടി ശബ്ദം, പിറകിൽ നിന്ന് കഠാര ഇറക്കുന്ന ശബ്ദം. മരണത്തെ മുഖാമുഖത്ത് നിൽക്കുമ്പോഴും ആ 20 പേരും അചഞ്ചലരായി നിർഭയം യേശു ക്രിസ്തുവിനെ സ്തുതിച്ചു. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും ഒറ്റ നിമിഷത്തിനുള്ളിൽ വെടിയുണ്ടയും കഠാരയും മുമ്പിലും പിറകിലുമായി പതിച്ച് നിൽക്കുമ്പോൾ അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മരണം ഏറ്റുവാങ്ങി. അതിൻ്റെ വീഡിയോ ഓസ്ട്രേലിയയിലെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചപ്പോൾ കാണുവാനിട വന്നു. ഒറ്റ നിമിഷം കൊണ്ട്
അവരുടെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്ന് ആ നദിയിലേക്ക് ഒഴുകി നദി ചുവന്ന നദിയായി മാറിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകളെല്ലാം നനഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ സ്നേഹം ധരിക്കുക എന്നാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ സ്നേഹം ധരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. യേശു ക്രിസ്തു സ്നേഹമാണെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കുന്നവർ സ്നേഹത്തെ ധരിക്കുവാനായിട്ട് സാധിക്കണം. ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ വസ്ത്രം ധരിക്കുവാൻ ഈ കാലത്ത് നമുക്ക് സാധിക്കണം. മുംബൈയിൽ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് പ്രാക്ടിക്കൽ വർക്കിന് വേണ്ടി അവിടെ പോയപ്പോൾ ഒരു ഉച്ചസമയത്ത് മുംബൈയിലെ തെരുവീഥിയിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ പാതയോരത്തൊരു യാചകൻ, പട്ടിണിയിൽ കഴിയുന്ന ഒരു യാചകൻ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ആ മനുഷ്യൻ എന്തെങ്കിലും തരണമേ എന്ന് എന്നോട് പറഞ്ഞു ഹിന്ദിയിൽ. അന്ന് ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ടൊരു സാൻഡ്വിച്ച് സഞ്ചിയിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അടുത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന സാൻഡ്വിച്ച് എടുത്ത് ആ മനുഷ്യന് കൊടുത്തു. നിറകണ്ണുകളോടെ സന്തോഷത്തോടെ അദ്ദേഹം ആ സാൻഡ്വിച്ച് വാങ്ങിയിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ട് പിന്നെ ചെയ്തത് ആ സാൻഡ്വിച്ച് മുറിച്ച് പകുതി എനിക്ക് തരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആപ് ഭീ ഖായിയേ മേരെ സാത്ത്, അങ്ങും എന്നോട് കൂടെ ഭക്ഷിച്ചാട്ടെ. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പിൻ്റെ ആധിക്യത്തിൽ നിൽക്കുന്ന മനുഷ്യന് ഒരു സാൻഡ്വിച്ച് കൊടുത്തപ്പോൾ അതും പകുത്ത് നൽകി ഒരുമിച്ച് ഭക്ഷിക്കാമെന്ന് പറഞ്ഞു. വിശക്കുന്ന മനുഷ്യനല്ലേ, മുഴുവൻ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തെരുവിലാണ് വളർന്നത്, തെരുവിൽ വളർത്തിയ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ലഭിക്കുന്നതൊന്നും പങ്കുവയ്ക്കാതെ അനുഭവിക്കരുതെന്ന്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ ധരിക്കുന്നവർ സ്നേഹത്തെ ധരിക്കുന്നവരാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരനുഭവം കൂടി മാത്രം പങ്കുവച്ചു. തീരമെന്ന് പറയുന്ന ഒരു വിശാലമായ കുടുംബത്തിൻ്റെ കാരണവർ, 250 മക്കളുടെ പിതാവ്. 2002 അത് ആരംഭിക്കുമ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി ഞങ്ങളുടെ കൂടെയുണ്ട്. അവൻ ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രിൻസ് 2 കാലും സ്വാധീനമില്ലാത്ത തളർന്നു പോയൊരു കുഞ്ഞാണ്. പ്രിൻസ് എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് നേരിട്ടറിയാം. മിക്കവാറും എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കും. ഡിസംബർ മാസം 8-ാം തീയതി ലോക ബുദ്ധിമാന്യ ദിനം തിരുവല്ലായിൽ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ഇത്തരം കുട്ടികളെല്ലാം സംഘടിപ്പിച്ച് അവരുടെ മാതാപിതാക്കളെ സംഘടിപ്പിച്ച് ഒരു ഉത്സവം, ഒരാഘോഷം അവിടെ നടത്തി. ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ പ്രിൻസിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തിരുമേനിയെ, എൻ്റെ മകൻ എന്ത് കാര്യമാണ്, ഒരു ദിവസം പോലും തിരുമേനിയുടെ കാര്യം പറയാത്ത ദിവസങ്ങളില്ല. അവന് സ്വന്തം അപ്പനെ പോലെയാണ് തിരുമേനി, ഒത്തിരി നന്ദിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ആ അമ്മ എന്നോട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോനോട് ചോദിച്ചു, പ്രിൻസിനോട് ചോദിച്ചു, മോനെ, നിൻ്റെ കാലിന് സൗഖ്യം കിട്ടിയാൽ നിൻ്റെ ആഗ്രഹം എന്താണ്? നിൻ്റെ കാലിന് ചലനശേഷി ലഭിച്ചാൽ നിനക്ക് എന്താകണം, നിനക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആലോചിക്കാതെ അവൻ പറഞ്ഞ മറുപടി ഇതാണ്. അമ്മ എന്നോട് പറഞ്ഞു, പ്രിൻസ് അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ, എൻ്റെ കാലിന് സൗഖ്യം ലഭിച്ചാൽ, എനിക്ക് നടക്കാൻ പറ്റിയാൽ എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല, എൻ്റെ തിരുമേനിക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കണം. എനിക്ക് വേറൊരാഗ്രഹവുമില്ല, എൻ്റെ തിരുമേനിക്ക് ശുശ്രൂഷ ചെയ്ത് എനിക്ക് ജീവിച്ചാൽ മതി. സക്കറിയ കളരിക്കാട്ടച്ചൻ ദൃക്സാക്ഷിയാണ് ഈ സാക്ഷ്യത്തിന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡുകളിലൊന്നാണ്. കഴിഞ്ഞ 14 വർഷമായി സ്നേഹത്തിൻ്റെ ഒരംശം എൻ്റെ മകനായ പ്രിൻസിന് ഞാൻ പങ്കുവച്ചപ്പോൾ അതിൻ്റെ 1000 മടങ്ങ് വിലമതിക്കാനാവാത്ത സ്നേഹം അവൻ തിരിച്ചു തരികയാണ്. ക്രിസ്തു സ്നേഹമാണെങ്കിൽ ക്രിസ്തുവിനെ ധരിക്കുക എന്നാൽ സ്നേഹത്തെ ധരിക്കുകയാണ്. എനിക്ക് കാലിന് സൗഖ്യം ലഭിച്ചാൽ എൻ്റെ തിരുമേനിക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കണമെന്നുള്ള ആ മകൻ്റെ ആഗ്രഹം ഒരു പിതാവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. മകനെപ്പോലെ ഞാൻ സ്നേഹിച്ചതുകൊണ്ട് അപ്പനെപ്പോലെ അവൻ എന്നെ സ്നേഹിക്കുന്നു. മക്കളെപ്പോലെ ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നുവെങ്കിൽ അപ്പനെപ്പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തു എന്ന വസ്ത്രം ധരിക്കുവാനും ആ സ്നേഹമെന്ന വസ്ത്രത്തെ ധരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. റോമാലേഖനം 13:14 ഈ രാത്രി നമ്മോട് സംസാരിക്കട്ടെ. മുഷിഞ്ഞ വസ്ത്രവുമായി, പാപത്തിൻ്റെ വസ്ത്രവുമായി ഈ പന്തലിലേക്ക് കടന്നു വന്നവർ പാപജീവിതത്തിൻ്റെ വസ്ത്രത്തെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തു എന്ന നീതി വിശുദ്ധിയുടെ വസ്ത്രത്തെ ധരിച്ച് ഒരു പുതിയ പദ്ധതിയുമായി, ഒരു പുതിയ ആത്മാവുമായി ഈ പന്തലിന് തിരിച്ചു പോകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവുള്ള മനസ്സുകളായി, ക്രിസ്തുവുള്ള ജീവിതങ്ങളായി, സാക്ഷ്യമുള്ള ജീവിതങ്ങളായി നമുക്കിനി ജീവിക്കുവാൻ നമ്മെ തന്നെ പുനർസമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ധരിച്ചുകൊള്ളുക യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക യേശു